ഞാനും എൻ്റെ അമ്മയിൽ നിന്ന് നല്ല സുന്ദരമണികളായിട്ട് ഉറങ്ങിയിട്ട് രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോയത്. അമ്മ ഒരു കല്യാണത്തിന് പോയി, ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ചെറിയൊരു പള്ളിപ്പെരുന്നാൾ കാണാനും പോയി. അപ്പോൾ എൻ്റെ കസിൻസ് കറക്റ്റ് 5:30 എന്ന് പറഞ്ഞിട്ട് 6 മണിക്കായിട്ട് വന്നത്. എൻ്റെ ചേച്ചിമാരോണ്ട് അങ്ങനെ വരുള്ളൂ. ഇവരുടെ കൂടെ ആകുമ്പോൾ എൻ്റെ തല തിരിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുക. അതെന്താന്ന് മാത്രം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഫുൾ ടൈം ഞാൻ എയറിലാണ് ഉണ്ടാവാറുള്ളത്. നമ്മള് പള്ളിയുടെ മുന്നിലെത്തി. ഈ ഇരിക്കുന്ന കുരിപ്പിന്റെ ഫ്രണ്ട് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവള് കെട്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ആ കൊച്ചു പ്രദക്ഷിണത്തിന് വേണ്ടി പോയി. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട, പള്ളിയുടെ മുന്നിൽ ആകെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഒരു ഐസ്ക്രീം മേടിക്കാൻ പോലും കാശില്ല, 10 പൈസ ഇല്ലാതെയാണ്. 100 ഉണ്ട്, 10 വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു മൂലക്ക് വായി നോക്കിട്ടിരിക്കുകയാണ്. വായനൊക്കെ അപ്പൂപ്പന്മാരേ ഉള്ളൂ. വന്ന പരിപാടി ഇപ്പോഴൊക്കെ നടക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും തിന്നാൻ വേണ്ടി പോവാണ്. എപ്പോ ഇറങ്ങിയാലും എന്തിനിറങ്ങിയാലും ഇതിനാണ് മെയിൻ ആയിട്ട് നമ്മള് പോവാറ്. ആ തലൊന്നും കൂടി ഇങ്ങോട്ട് താക്കിയ. ആൻഡ് ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ തലമൂത്ത ആള്, ഡ്രൈവർ. അൺപെയ്ഡ് ഡ്രൈവർ സോനുപ്രിയ. ഇത് അതിന്റെ തൊട്ട് താഴെ ഉള്ളത് മധുസൂദനൻ. അല്ല, മധുസൂദനൻ. ഇതാണ് മധുസൂദനൻ. അച്ഛന്റെ പേര് ശ്രേയ. സോറി, ശ്രേയ മധുസൂദനൻ. ഇത് നന്ദിക. ഷാജൻ. നന്ദികല്ല, ഷാജൻ. ഇത് പ്രദീപ് ട്ടോ. ഇത് മധുസൂദനൻ. നന്ദിക ഞങ്ങളുടെ ഏറ്റവും ചെറുത് ഇവളാണെങ്കിലും നിലവിൽ ഇപ്പൊ ഞങ്ങളെക്കാളൊക്കെ വലുത് അവളാണ്. വേറെ 2 കൂടി ഉണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവര് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇന്നില്ല. ജീവനോടുണ്ട്, പക്ഷെ ഇന്ന് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇനി അവരെ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞങ്ങളെ പോലെയാണ്. അതെ, എല്ലാവരും ഏകദേശം ഒരുപോലെ ആവുമല്ലോ. ഒരു കുടുംബത്തിലെല്ലാതും ഒരു അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങള് ഭയങ്കര വിലയാണ്. നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഒരുപോലെയാണെന്നുള്ളത്. ഇവിടെ കുമാരി എന്നാണല്ലോ പറയാ. അവിടെ തമിഴ്നാട്ടില് സെൽവി എന്നാ പറയാ. ഒരുപാട് പൊട്ടിത്തെറികളും കുറച്ച് മാത്രം ലോക വിവരങ്ങളും ചർച്ച ചെയ്ത് ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഒറ്റപ്പാലത്തുള്ള മൗസിക്കിൽ പോയിട്ടോ. പോണ വഴി ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ കണ്ടു. അതിനുശേഷം അവിടെ ചെന്നൊരു 4 അവിൽ മിൽക്കൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് മാത്രം ഞങ്ങളുടെ വിശപ്പൊക്കെ ഒന്ന് അടക്കി. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴേക്കും പള്ളിയിൽ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്ന് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. കൊട്ടും ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.